ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റഡി ക്ലാസ് വന്നിട്ടുണ്ട്. ഈ RCM സിസ്റ്റം എന്താണെന്ന് നമ്മൾ അറിയണം. ഇത് എല്ലാവരോടും പറഞ്ഞാൽ പറയും. നിങ്ങളൊക്കെ സാധാരണ ആൾക്കാർ നമ്മളുടെ സുഹൃത്തുക്കളോട് ഇങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ ഒരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്ത് പറയും? ഞാൻ എത്രയോ ബിസിനസ് ചെയ്തതാണ്, ഒരു രക്ഷയില്ല മോനെ, നീ കുടിക്കുമെന്ന് ചോദിക്കുന്നത്. നീ കുടിക്കുമെന്ന് പലരോടും നമ്മൾ പറയാറുണ്ട്. എന്നെ ഇത് ജോലി ചെയ്യിപ്പിച്ച് എൻ്റെ ബ്രദറിനോ പുള്ളി അറിയാനാണ് ഒരു 5000 രൂപയുടെ സാധനം എൻ്റെ വീട്ടിൽ കൊണ്ട് തന്നതാണ്. എനിക്കന്ന് നെറ്റ്വർക്കിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുമ്പോൾ നെറ്റ്വർക്കിനെ കുറിച്ച് പഠിക്കാനും പോകും. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞ നെറ്റ്വർക്കിന്റെ വിഷയമൊന്നും എനിക്ക് മനസ്സിലായില്ല. കുറച്ച് നാളെ 2-3 മാസം നമ്മുടെ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇതുപോലെ തന്നെ ആയിരിക്കാം നിങ്ങൾ ഒരാളോട് പറയുന്നത്. അയാൾക്ക് മനസ്സിലായില്ല. ഞാൻ പിന്നെ അളിയന്റെ ശല്യം സഹിക്കാൻ മേലാതെ എൻ്റെ പെങ്ങളെ കുറെ ആൾക്കാരോടൊക്കെ പറഞ്ഞ് ക്വാർട്ടേഴ്സിൽ പറക്കുന്ന പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു. അവരൊക്കെ ഉപയോഗിച്ച് നോക്കും നല്ല പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഉപയോഗിച്ച് നോക്കിയിരുന്നു പറഞ്ഞ് അളിയൻ പറഞ്ഞ് കേട്ടില്ല. പുറത്തുള്ള ആൾക്കാർ പറയുമ്പോൾ ഞാൻ കേട്ടു. നിങ്ങളുടെ അളിയനോട് പോയി പറഞ്ഞാൽ അവരും കേൾക്കില്ല. മനസ്സിലായോ? അത് പുറത്തുള്ള ഒരാൾ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതെന്റെ അനുഭവമാണ്. ഞാൻ അങ്ങനെ സീരിയസ് ആക്കിയില്ല. എനിക്ക് വേറെ കുറെ ബിസിനസ് ഉണ്ടായിരുന്നു. ഒരു SI ആയിട്ട് ഇരിക്കുന്ന ആള് ഉപ്പുമുളക് മല്ലിപ്പൊടി കഴിഞ്ഞിട്ട് എന്നെ സാറേ എന്ന് വിളിക്കുന്നതിന്റെ പുറകെ സാറേ ആരെയും പറഞ്ഞു പോകും. ഇത്രയും വലിയ ബോറും പരിപാടി ഉണ്ടോ എന്ന് എനിക്ക് തോന്നി. ഞാനത് മാറി നിന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളൊരു ഷോപ്പിട്ട് ഇത് ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രയും വലിയൊരു സബ്ജക്ട്. ഞാൻ പല തട്ടിപ്പ് കേസുകളെ കുറിച്ചും പോലീസ് സ്റ്റേഷനിൽ പഠിച്ചിട്ടുണ്ട്. 10,000 കിട്ടി 20,000 കിട്ടുമെന്ന് പറഞ്ഞാൽ കൊണ്ടിയിടും. മറ്റന്നാൾ പോകും, പൈസ പോകും, മുഴുവൻ പോകും. ഇങ്ങനെയുള്ള തട്ടിപ്പ് പ്രസ്ഥാനത്തിലാണ് മലയാളി ഉള്ളിടത്തോളം കാലം തട്ടിപ്പുണ്ടാകും. തട്ടിപ്പുള്ളിടത്തോളം കാലം മലയാളി ആയിക്കൊണ്ട് പൈസ ഇട്ട് പൈസ പോകും, ഉറപ്പാ. അപ്പൊ ഇത് അങ്ങനെ ഒരു പാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്. തട്ടിപ്പാണോ ഇത് ഓരോന്നും തട്ടിപ്പാണോ അന്വേഷിച്ച് നോക്കുക. കമ്പനിയെ കുറിച്ച് പഠിച്ച എല്ലാവർക്കും അതിനുള്ള ബോധ്യമില്ല. സാധാരണ നമ്മൾ വരുമ്പോൾ 10,000 ഇട്ടാൽ നീ ഒന്നും അറിയണ്ട, കിടന്നുറങ്ങിയാൽ 10,000 കിട്ടുന്നുണ്ട് ഓടിക്കൊണ്ടിരിക്കും. എവിടെ നിന്ന് കിട്ടുന്നു? കിട്ടില്ല. 100% ഉറപ്പാ. അപ്പൊ നമ്മള് ഓരോരുത്തരും പറയും നമ്മളൊരു ജോലി കിട്ടുകയാണ്. നമ്മുടെ പഠിച്ചപ്പോൾ ആകാം 10,000 രൂപയ്ക്ക് ഒരു ജോലി കിട്ടിയ വലിയ സന്തോഷം. അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് അവൻ പറയുന്നതൊക്കെ കേൾക്കണം. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഓരോരുത്തരെയും സബ്മിറ്റ് ചെയ്ത് അവർ പറയുന്നത് കേട്ട് നമുക്ക് ഫ്രീ ആയിട്ട് വരാൻ പറ്റും. ഇവിടെ വേറെ ആയിരിക്കും വേണ്ടെങ്കിൽ വരണ്ട. ഫ്രീഡം കിട്ടിയോ? നിങ്ങൾ പലരെയും വിളിച്ചിട്ടുണ്ട്, അവർ വന്നിട്ടില്ല. അവർക്ക് ഫ്രീഡം കൊണ്ട് വരാതിരിക്കാനും വരാനും. ഇവിടെ വന്നവരെ സീരിയസ് ആയിട്ടുള്ള മാറ്റം. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് 4 വർഷമായി സീരിയസ് ആയിട്ട് RCM ചെയ്യുന്നു. ഒരു ചെറിയ വരുമാനം കിട്ടുന്നുണ്ട്. എനിക്കൊരു 10,000-75,000 രൂപ മാസം കിട്ടുന്നു. 31 വർഷത്തെ പോലീസ് ജീവിതത്തിൽ എനിക്ക് 30,000 രൂപ ഇപ്പൊ പെൻഷൻ കിട്ടുന്നു. അതിന്റെ 3 ഇരട്ടി 2 ഇരട്ടി ആയോ? 31 വർഷം കിട്ടാത്തത് 4 വർഷം കൊണ്ട് മേളാൻ പറ്റുന്ന പോലെ എന്റെ മാത്രം കഴിവില്ല. ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. സിസ്റ്റം പറയുന്ന JP സാർ പറയുന്നത് എന്താണ്? ഞാൻ അവിടുത്തെ സ്പീച്ച് ചെയ്യാൻ പോകുന്ന അതേപോലെ ചോദിക്കും എന്തൊക്കെ കാര്യങ്ങൾ പറയണം, ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ ചോദിക്കും. അല്ലെ, നമ്മൾ അങ്ങനെ പെർഫെക്റ്റ് അല്ല. നമ്മൾ നമുക്ക് മനുഷ്യരല്ലേ, വീഴ്ചകൾ വരാം, സ്വന്തം കാഴ്ചപ്പാടാണ്. അപ്പൊ അത് അപ്ലൈന്റെ ഹെൽപ്പ് എപ്പോഴും വേണം. ഓരോരുത്തർ വിചാരിക്കും ഞാനെല്ലാം ആയി എന്ന് ധാരണയുണ്ടാവും. ഒരു സ്റ്റാഫിലായി ടെക്നിക്കലായി എല്ലാം ആയി എന്നില്ല. അപ്പൊ അവിടെ നമ്മളിപ്പോഴും ലേണിംഗ്. നിങ്ങൾ പഠിത്തം നിർത്തിയാൽ നിങ്ങൾ മരിച്ചു. നിങ്ങൾക്ക് ഈ സംവിധാനങ്ങളൊക്കെ പഠിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഇൻഫർമേഷൻ നോളജ് കൂട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ അറിവുന്ന ആൾക്കാർ ക്യൂ നിൽക്കും. ഇത് സെറ്റാമാണ് പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഈ കാര്യങ്ങൾ. ഇപ്പൊ മനസ്സിലായി, ഇപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലായി. പുതിയ ആൾക്കാർ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ടോ? ഇല്ല. ആരെങ്കിലും പറഞ്ഞു തരുമോ? ഇല്ല. ഇവിടെ വരുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. അതാണ് ഇതിന്റെ സിസ്റ്റം. ഇത് വെറും പൈസ ഉണ്ടാക്കാനുള്ള ഒരു സിസ്റ്റം അല്ല. നാടിന് നന്മ കൊടുക്കുന്ന, നമ്മുടെ സമൂഹത്തെ വളർത്തുന്ന, രാജ്യത്തെയും മെച്ചപ്പെടുത്തുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് ഞാനും നിങ്ങളും ഒക്കെ. മനസ്സിലായോ? അതുകൊണ്ട് അത് സീരിയസ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പൊ എല്ലാവർക്കും പറയാം, നമുക്ക് എല്ലാവർക്കും പൈസയുടെ അത്യാവശ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളൊരു ബിസിനസ് ചെയ്താൽ വിജയിക്കും എന്ന് ഉറപ്പുള്ളവർക്ക് കൈവക്കാം. നിങ്ങളൊരു ബിസിനസ് ചെയ്താൽ വിജയിക്കും എന്ന് ഉറപ്പുള്ളവർ ഒന്ന് കൈവക്കാം. യെസ്, 3 പേർക്ക് ഒരു കൈ കഴിയും. ബാക്കി ആരും. കോൺഫിഡൻസ്. നിങ്ങൾക്ക് ചെയ്യുന്ന ബിസിനസ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ലേ? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല. ഏത് ബിസിനസ്സും എനിക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൊരു ആത്മവിശ്വാസം ഫസ്റ്റ് അതാ വേണ്ടത്. അത് ഭൂരിഭാഗത്തിനും ഇല്ല. എവിടെയാണ്?
ഇവരെ ഒരു നല്ല കൈയ്യടി കൊടുക്കും. ഏത് ബിസിനസ് തുടങ്ങിയാലും എനിക്ക് കഴിയും എന്നുള്ളൊരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ 100 ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ആദ്യം വേണ്ടത് സെൽഫ് കോൺഫിഡൻസ്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം വേണ്ടേ. അതില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ എത്ര പേർക്കുണ്ട് ഞാനൊരു ബിസിനസ് ചെയ്താൽ വിജയിപ്പിക്കാൻ പറ്റുമെന്ന്? ഇല്ല, പറ്റുമെന്ന്. അന്നാ ഒരു നല്ല കൈ മുന്നോട്ട് പോയി. നിങ്ങൾ പകുതി വിജയിച്ചു, കൈ പൊക്കി ഒരു പകുതി വിജയിച്ചു, ഇനി ബാക്കി ചെയ്താൽ. സോ ഈ ബിസിനസ്സിന്റെ കുഴപ്പമല്ല നമ്മൾ തോക്കുന്നത്, നമ്മളുടെ കുഴപ്പം തന്നെയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നോളജ് എടുക്കണം. അത് എങ്ങനെയാണെന്നുള്ള ഗൈഡ് ലൈൻ വേണം. കാര്യങ്ങളെ കുറിച്ച് പഠിക്കണം. ഒന്നാമത് ജനിച്ചു വരുന്ന കുട്ടി എഴുന്നേറ്റ് നടന്നു വരിക, 9 മാസം ഇഴഞ്ഞിട്ടല്ലേ അവൻ വരിക. അവൻ ഒരു ദിവസം എഴുന്നേറ്റ് കൽക്കാതെ നിന്നിട്ടൊന്ന് വീണു. ഇവൻ പറയാണ് ഈ വീഴുന്ന പരിപാടി വേണ്ടാന്ന് വെച്ചാൽ കുട്ടി നടക്കും. നിങ്ങളെ ബിസിനസ് പലതും തുടങ്ങും, പല വീഴ്ചകളും നിങ്ങൾക്ക് വരും. നിങ്ങൾ അവിടെ എഴുന്നേക്കോ ഇല്ലയോ? അതോ കിടക്കുമോ? എഴുന്നേക്കും. നല്ലൊരു കാര്യം ഇവിടെയാണ് ഈ ബിസിനസിന്റെ കരുത്ത്. ആരെവിടെയും എനിക്ക് കഴിയുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രകൃതി വരെ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരും. അതാണ് അതിന്റെ കറക്റ്റ്. അല്ല അയ്യോ എനിക്ക് വയ്യ ഞാൻ ചെയ്യുന്നത് ശരിയാവും എന്നുള്ളത്. അവിടെയാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം വേണം. ഞാനും നെപ്പോളിയനും ഒക്കെ ഒരു സെയിം മസ്തിഷ്കമേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. 150 ഗ്രാം മസ്തിഷ്കമുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ ഉണ്ടാക്കണം. ഈ തൂങ്ങിച്ചാടാൻ പോകുന്നത് ഞാൻ സ്റ്റേഷനിലൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് പേര് 10ാം ക്ലാസ്സിൽ തോറ്റ ഉടനെ തൂങ്ങിച്ചാടും. എന്താ കാരണം എന്നറിയോ? ഒരു കോൺഫിഡൻസ് ഇല്ല. ഒരു കുട്ടി ഒരു പ്രാവശ്യം വീണാൽ അവന് എഴുന്നേക്കാൻ പറ്റിയില്ല, അവന്റെ കാര്യം പോക്കല്ലേ. നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ തലമുറകളെ പറഞ്ഞു കൊടുക്കണം. എനിക്ക് പറ്റും മോനെ, നീ ചെയ്തോളൂ, നീ രക്ഷപ്പെടും എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മോന്റെ മൂർത്താവിൽ തലവടി ഒരു ചുംബനം കൊടുക്കാൻ പറ്റും, നീ രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടിരിക്കും, ഉറപ്പാ. മോനെ നീ രക്ഷപ്പെടില്ല എന്ന് വെച്ചാലോ രക്ഷപ്പെടില്ല. അത് നമുക്കെങ്കിലും ആർജവും വേണ്ടേ ഭായി. നമ്മൾ ചെയ്യുന്ന സിസ്റ്റത്തോട്, അതായത് നമ്മൾക്കൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി 2 തരത്തിലുള്ളൊരു മൈൻഡ് ഉണ്ട്. അതുകൂടെ പറയാം. ഒന്ന് ഫിക്സഡ് മൈൻഡുമാണ്, ഒന്ന് ഗ്രോത്ത് മൈൻഡുമാണ്. ഫിക്സഡ് മൈൻഡ് എങ്ങനെയാണ്? നിങ്ങൾ തന്നെ വിശകലനം ചെയ്യും. നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ വേണം, നമുക്കൊരു വിലയുണ്ട്. ഫിക്സഡ് മൈൻഡ് ഉണ്ട്, ഗ്രോത്ത് മൈൻഡ് ഉണ്ട്. എങ്ങനെയാണ് ഇതിന്റെ കണ്ടീഷൻസ് പറയുന്നത്? മതി കുഴപ്പമില്ല. പോയിന്റ്സുകളൊന്നും ഒരു 15 മിനിറ്റേ ഉള്ളൂ സംസാരിക്കുന്നത് കേട്ടോ, ഒരുപാട് ദിവസം. ഈ ഫിക്സഡ് മൈൻഡുകാരൻ്റെ ഒരു സംവിധാനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഹർഡിൽസ് ആണ് എപ്പോഴും മുന്നിൽ കാണുന്നത്. നീ ഒരു ബിസിനസ് പൊട്ടിയാലോ, നീ ഇവിടുന്ന് ഒരു ട്രെയിൻ കയറിയിട്ട് ഈ ഗോവയിൽ വരെ പോകണം, ട്രെയിൻ ഇടിച്ചാലോ, വണ്ടി കയറാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ KSRTC ബസ്സിൽ കയറുക, ബസ് സ്റ്റാൻഡിൽ വരിക, ബസ് സ്റ്റാൻഡിൽ നിന്ന് KSRTC ബസ്സിൽ കയറി ബസ് ഇടിച്ചാലോ, വണ്ടിക്ക് അല്ല ഡ്രൈവർക്ക് അറ്റാക്ക് വന്നാലോ, മരിച്ചു പോയി. വണ്ടി കയറുമോ? എപ്പോൾ കയറുന്നത്? കയറിയല്ലേ ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ചിന്താഗതിയാണ് ഫിക്സഡ് മൈൻഡ്. ഞാനൊരു ബിസിനസ് ചെയ്താൽ രക്ഷപ്പെടുമോ? ഇല്ല. ആരോടാ ചോദിക്കുന്നത്? നമ്മുടെ തലയില് അല്ലെങ്കിൽ കരികലിരുന്ന് കൂട്ടുകൂടുന്നവരാണ് ചോദിക്കുന്നത്. അവരോട് ചോദിക്കും, ഞാൻ ഇങ്ങനെ ഒരു ആസിമിനെ കേട്ടു, വല്ല പണിയുണ്ടോ? ഇതൊന്നും ഒരു കാര്യമില്ല, ഞാൻ 15 വർഷം മുമ്പ് കേട്ടിട്ടുണ്ട്, ഒരു ചായപ്പൊടി മേടിച്ചിട്ടുണ്ട്, എനിക്കൊന്നും കിട്ടിയില്ല. ഇതാണ് അവനെ അറിയില്ല. 10ാം ക്ലാസ്സിൽ തോറ്റവരോടാണ് നിങ്ങൾ ചോദിക്കണം 10ാം ക്ലാസ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ, സുഹൃത്തെ 10ാം ക്ലാസ്സിൽ മാത്രം സയൻസിൽ നിൽക്കുന്നത് ഇതൊന്നും പഠിക്കാൻ പറ്റില്ല. 10ാം ക്ലാസ് ജയിച്ചവരോട് ചോദിച്ചാൽ, ഇപ്പൊ JP സാറിനോട് ആദ്യം ചോദിച്ചാൽ ഓക്കെ, ശിവകുമാർ സാറിനോട് പറഞ്ഞാൽ ഓക്കെ. നിങ്ങൾ ആരും ഒന്നും അറിയാത്തവരോട് ചോദിച്ചാൽ അയ്യോ നീ ഒരു കാരണവശാലും തുടങ്ങണമെന്നേ പറയുള്ളൂ. അവന്റെ അനുഭവം അവർ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവും. ഇവിടെ വന്ന് ഒരു പ്രസിദ്ധമാണൊക്കെ സംസാരിച്ചപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ ഇക്കിടി പോയില്ലേ, ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയില്ലേ, ഇതൊരു വലിയ ട്രാൻസ്ഫോർമേഷനാണ്. ഞാനിങ്ങനെ സരസമായിട്ട് സംസാരിക്കുന്നില്ല. പോലീസ് സ്റ്റേഷനാണെങ്കിൽ ഇങ്ങോട്ട് മാറിയിക്കണം അങ്ങോട്ട് മാറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ രാജകുമാർ സാർ ഇവിടെ വരും, ഇത് ജോയിൻ ചെയ്യുന്നു പറഞ്ഞാൽ ആരെങ്കിലും ചെയ്തു പോയി പണിയാക്കണമെന്ന് പറയും. സോ എന്നെ ഇത് മാറ്റി, പ്രൊഡക്റ്റീവുകളുടെ ക്വാളിറ്റി ആസ്യമൊക്കെ മാറ്റി ഞാൻ സരസമായിട്ട് സംസാരിക്കാനും മണിക്കൂറുകളോളം സംസാരിക്കാനുമുള്ള സ്റ്റഫ് എന്നിലുണ്ടായി. അതിപ്പോൾ ഇരുന്ന് പഠിച്ചിട്ടാണ്. പഠിക്കാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം. ചില വരും പറ്റുമോ, നിങ്ങൾക്ക് എത്രയുടെ ആവശ്യം? എനിക്ക് 1 ലക്ഷം ആവശ്യമുണ്ട്, കയ്യിൽ എന്ത് കൊടുക്കാനില്ല. അതൊന്നും
ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. നിങ്ങളൊരു ഈ ആശയം ഇടപെടി നമുക്ക് വേറൊരു അടിപൊളി സാധനം, അടിപൊളി സാധനം, ഒരു 2 വർഷം നിന്ന് നിങ്ങൾ തലമുറ രക്ഷപ്പെടുന്ന ഒരു സാധനം, പുതിയ കൺസെപ്റ്റുമായിട്ട് ഞാൻ വന്നേക്കണം. പുതിയ കൺസെപ്റ്റുമായിട്ട് നമുക്ക് ആശയപ്പെടും. ഒരു 2 വർഷം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ പഠിച്ചു പഠിക്കണമെങ്കിൽ തലമുറ രക്ഷപ്പെടും. ഒരു 2 വർഷം കൂടി 25,000 രൂപ നിങ്ങൾക്ക് പെർമനന്റ് ജോലി കിട്ടുമെന്ന് കിട്ടും. എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? പുതിയൊരു കൺസെപ്റ്റ് പറയാം. എത്ര രൂപ? ഒരു 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ? ഉണ്ടോ? ഒരാളെ ഉള്ളൂ. പുതിയ ലൈഫ് രക്ഷപ്പെടുന്ന കൺസെപ്റ്റാണ്. ഒരാൾക്ക് 2 പേരാണോ? 25,000 എടുക്കാൻ പറ്റും. 25,000 എടുക്കാൻ പറ്റുന്ന 50,000 എടുക്കാൻ പറ്റുന്നവരുണ്ടോ? പുതിയ കൺസെപ്റ്റാണ്. 50,000 എടുക്കാൻ പറ്റുന്നവരുണ്ടോ? ലൈഫ് രക്ഷപ്പെടും. 2 വർഷം കഷ്ടപ്പെട്ടാൽ മതി. ആദ്യമല്ല, സാധ്യത ഉണ്ടോ? ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവരുണ്ടോ? എല്ലുപൊടി ഒരു നല്ല കൈ കൊടുക്കല്ല. മക്കളെ, നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ട വേറൊന്നും വേണ്ട. ഒരു ഡിസ്പ്ലേ വാൾ എടുത്താൽ മതി. അതിനപ്പുറത്ത് ഈ ലോകത്തൊരു നല്ല കൺസെപ്റ്റ് ഇല്ലതും ഒരു നല്ല കൈ കൊടുക്കണം. നല്ല കൺസെപ്റ്റ്. ഇതിനപ്പുറത്ത് കൺസെപ്റ്റ് ഇല്ല. 10,000 രൂപയുടെ ഒരു ഡിസ്പ്ലേ വാൾ എടുക്കുക. എന്താണെന്നറിയാം? ഒരു ഷോപ്പായിട്ട് മാറാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരാൾക്ക് സാറിന് ഇപ്പോൾ ഒരു മാസം എത്ര രൂപ ആവശ്യമുണ്ട്? അല്ല, നമുക്കൊരു പുതിയ ബിസിനസ് തുടങ്ങിയാൽ സാറിന് എത്ര രൂപ വേണം? ഒരു 50,000 കിട്ടും. അത് 25,000 മതിയോ? 25,000 മതി എന്ന് പറഞ്ഞാൽ ഒന്ന് കൈവയ്ക്കും. യെസ്, 25,000 മതി എന്ന് പറഞ്ഞു. 25,000 നമുക്ക് വേണം. അതിന് 25,000 മുടക്കാൻ തയ്യാറാവണ്ടേ? ഒരു ക്യാപിറ്റൽ 25,000 എങ്കിലും വേണ്ടേ? 25,000 കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ 25 പൈസ മുടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. RCM എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഇന്ന് വരെ കണ്ട ഏറ്റവും നല്ലൊരു ബിസിനസ്. അത് 25,000 രൂപ ഒരു ക്യാപിറ്റൽ ആയിട്ട് മുടക്കാൻ പറ്റും. ഒരു നഷ്ടമില്ല. അന്ന് 25,000 ഒരു ഡിസ്പ്ലേ വാൾ വെക്കുക. അവിടുന്ന് ഒരു 2 വർഷത്തെ ഹാർഡ് വർക്ക്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം. ഒരു 200 പേരെ കണക്ട് ചെയ്താൽ നിങ്ങൾക്കൊരു 25,000 നിങ്ങൾ ഉണ്ടെങ്കിൽ. ഞാൻ ഒരു കാര്യം പറയാം. 50 ദിവസമായിട്ട് വീടിന്റെ പുറത്തിറങ്ങിയിട്ടില്ല. ചെറിയൊരു വീഴ്ച കൊള്ളാം. RCMന്റെ വീഴ്ച ഒരു വീഴ്ച കൊള്ളാം. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞു വന്നു. എനിക്ക് കൂടുതൽ ഇരിക്കാൻ പറ്റാം. ഒരു ചെറിയ വീട് ബാക്ക് പെയിൻ. 50 ദിവസം വീട്ടിൽ ഇരുന്നവർ എൻ്റെ വീട്ടിൽ ഒരു പൈസ കുറവില്ല. ശരിയല്ലോ? നല്ല കൈകൾക്ക് ഞാൻ പൈസ കിട്ടിയതേ കഴിഞ്ഞാൽ ഞാൻ വീണ രീതിയിൽ നിങ്ങൾക്ക് കൈയടിക്കാം. അല്ല, എന്താ കാരണം എന്നറിയാമോ? ഞാൻ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞു. 50 ദിവസം ഞാൻ വീട്ടിലിരുന്നു. എൻ്റെ ഗവൺമെന്റ് സർവീസാണ്. എനിക്ക് മെഡിക്കലിൽ കൊടുക്കണം. ഒരു പൈസ പോയിട്ടില്ല. ഒരു പൈസ പോയിട്ടില്ല. അതാണ് പാസീവ് ഇൻകം. മനസ്സിലായോ? നിങ്ങൾക്ക് ആർക്കും ഒരു അസുഖം വരാതിരിക്കട്ടെ. നമ്മളുടെ ആരോഗ്യം ഇപ്പോഴേ ഉള്ളൂ. ഒരു 60-70 വയസ്സ് കഴിഞ്ഞ് ആരോഗ്യം നശിക്കും. അല്ലേ സാറേ? ജീവിതാവധി 120 വർഷം വരെ ഒരേപോലെ നിൽക്കാൻ പറ്റുമോ? നമ്മുടെ ആരോഗ്യം നശിക്കും. നമ്മുടെ സത്വം സകലതും നശിച്ചു പോകും. അല്ലേ? അവിടെ ഈ ഐഡിയുടെ നമ്പർ ഉണ്ടാവും. ഈ ഐഡിയുടെ നമ്പർ എൻ്റെ ഒരു സീനിയർ JP സാറിനൊക്കെ അറിയാം. നാരായണ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. സ്റ്റാർ ഇന്ന് ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ വന്നിരുന്നതാണ്. സ്റ്റാർ എറണാകുളത്തിൽ വലിയ 2 ലക്ഷം മേടിക്കുന്നതാണ്. അതിൽ വെള്ളപ്പൊക്കത്തിൽ വീട് കയറി നാശായി. കാറിന് വളം കയറി. അയാൾ പറഞ്ഞു, അതൊന്നും സാരമില്ല, എനിക്ക് തന്ന RCMന്റെ നമ്പറുണ്ട്, വെള്ളം കയറാൻ പറ്റില്ലല്ലോ. എനിക്ക് നമ്പർ RCMൽ വെള്ളം കയറാൻ പറ്റില്ലല്ലോ. അതൊരു ലൈഫാണ്. നിങ്ങളൊക്കെ ഒരു അധ്യാപകനായിട്ട് ജോലി കിട്ടുന്ന 50 ലക്ഷം കൊടുക്കാൻ തയ്യാറാണ്. രാവിലെ 9 മണി മുതൽ 4 മണി വരെ പണിയെടുക്കണം. 40,000 രൂപ കിട്ടും. ഇപ്പൊ ഞാനത് കൊടുക്കാം. എനിക്ക് 2 അധ്യാപകന്മാരുടെ ശമ്പളം കൊടുക്കണം. ഞാൻ 40 ലക്ഷം കൊടുത്തില്ല. 2,000 രൂപയുടെ സാധനം അന്ന് 1,370 രൂപയുടെ കിറ്റ് മേടിച്ച് മൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ നിങ്ങൾ ഇനി ഇതിപ്പോ ചില പറയോ, അയ്യോ ഞാൻ അന്ന് വന്നില്ലെങ്കിൽ 10 വർഷം മുമ്പ് വന്നിരുന്നെങ്കിൽ RCM രക്ഷപ്പെട്ടാണ്. 10 വർഷം മുമ്പ് വന്നാൽ നിങ്ങൾ ഒന്നും രക്ഷപ്പെടില്ല. ഉറപ്പായിട്ട് ഗ്യാരണ്ടി ആയി ഞാൻ പറയാം. ഇത് ഏറ്റവും നല്ല സമയമാണ്. പെയിന്റ് വരെ വന്ന് ഉപ്പ് മുളകും മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ഉള്ളൊരു സമയമാണ്. ഇത് നിങ്ങളൊന്ന് അട്ടിപ്പിടിച്ച് ചെയ്താൽ മതി. എന്ത് അല്ല, ഇതാ മതി. നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഒരു വലിയൊരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇതിനപ്പുറത്തൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ നമ്മളൊരു മെച്ചത്തിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ഞാൻ ഈ 2 മൈൻഡിന്റെ കാര്യം പറഞ്ഞല്ലേ ഒന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ ഫിക്സഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എപ്പോഴും ഹാബിറ്റ്സാണ്. നമ്മൾ എന്ത് തുടങ്ങണം പോകും. നമ്മളെ പിന്നോട്ട് ഒരാൾ വിളിക്കും ഇവിടെ ഇരുന്നിട്ട്, നീ അങ്ങോട്ട് പോകുമ്പോൾ വേണ്ട
വേണ്ട എന്ന് പറയും. ഇതാണ് ഗ്രോത്ത് മൈൻഡ്. എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് നീ ഒരു ബിസിനസ് നല്ലതാണ്, ഞാനോട് പോകും. നമുക്ക് ഒരു 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 സാറേ ഇങ്ങനെ പോകുമ്പോൾ തടസ്സം പ്രശ്നമില്ല, നമുക്ക് ഓവർകം ചെയ്യാം. ഒരാളോട് പറഞ്ഞു കേട്ടില്ല, നമുക്കൊന്നുകൂടെ പറയാം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് മൈൻഡ് ഇവിടെ വരുമ്പോൾ ഉണ്ടാവും. പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ചെയ്യാം. മനസ്സിലായി? എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണും. എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു മൈൻഡ് നമുക്ക് ഫസ്റ്റ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എന്തായി, നമ്മൾ സംസാരിക്കുന്നത് പോസിറ്റീവാകും. നമ്മൾ സംസാരിക്കുന്ന പോസിറ്റീവായി ഈ അന്തരീക്ഷവും പോസിറ്റീവാകും. ഇവിടെ വന്നിരിക്കുന്നവർ, ഈ കേൾക്കുന്നവരും കാണുന്നവരും ഒക്കെ പോസിറ്റീവാകും. അതല്ലേ നമുക്ക് വേണ്ടത്. വൈബ്രേഷൻസ് നടക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് ഭയങ്കര ഡെപ്തുണ്ട്. നിങ്ങൾ ഇവിടുന്ന് വെടിയുണ്ടകളെ പോലെ വരുന്ന വാക്കുകൾ ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ രാസചക്രമണം നടത്താൻ, രാസപ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും. നിങ്ങൾ നല്ല ഹോർമോൺസിനെ ഉത്തേജിപ്പിക്കാൻ പറ്റും. മനസ്സിലായോ? അതിനുള്ള നല്ല നല്ല സ്പീച്ചുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മോട്ടിവേറ്റ് ആവുന്നു അറിയാതെ. രോഗം എഴുന്നേറ്റ് നിൽക്കും ഒരു നല്ല കാര്യങ്ങൾ പറയുമ്പോൾ. അല്ല, ഇതെല്ലാം എല്ലാവരും പറയും എന്തൊക്കെ തിന്നു. ചിലർ പറയും എത്ര നല്ല ഭക്ഷണം കൊടുത്താൽ അവൻ എന്ത് പറയും, സുഖമായിരുന്നു പറയും. അല്ലേ? നല്ലത് കൊടുത്താൽ നല്ലതെന്ന് പറയണം. ദാറ്റ്സ് എ ഡിഫറൻസ് ഓഫ് മൈൻഡ്. ഈ മൈൻഡ് ഇങ്ങനെ നെഗറ്റീവ് മൈൻഡ് ഉള്ളവർ ഇപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം, ഞാൻ എന്ത് തുടങ്ങാൻ പറഞ്ഞാൽ എന്റെ പുറയും തുണിയാ, ശരിയാവില്ല, അത് ശരിയാവില്ല, അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, അത് ശരിയല്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോളം. അല്ല, നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, ഞാൻ മുന്നോട്ട് പോകും, ഞാൻ സക്സസ് ആകും. നിങ്ങൾ 100 പ്രാവശ്യം പറയണം ഒരു ദിവസം, ഞാൻ തുടങ്ങിയ സംവിധാനം, ഞാൻ സക്സസ് ആകും, സക്സസ് ആകും, സക്സസ് ആകും എന്ന് പറഞ്ഞാൽ ആ മാറ്റം വെറുതെയല്ല. നിങ്ങൾ എന്ത് വിചാരിക്കുന്നോ, വാട്ട് യു തിങ്ക് എന്നോ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ, നിങ്ങൾ രക്ഷപ്പെടില്ല എന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സംശയമില്ല. രക്ഷപ്പെടാൻ പോകില്ല. ഞാൻ രക്ഷപ്പെടും, ഞാൻ ഈഗിളാവും, ഞാൻ ഓപ്പണറാവും, ഞാൻ അതിനുശേഷം ഞാൻ സ്റ്റാർ ആവും, ഞാൻ ടെക്നിക്കലാവും എന്ന് വിചാരിച്ചാൽ നിങ്ങളാവില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ കാര്യങ്ങളുണ്ട്. പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചു, പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാം. പറഞ്ഞോ, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തോ, ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതൊരു വലിയൊരു സാധ്യതയാണ്. എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, നിങ്ങളൊരു വ്യവസായം സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ യു ആർ എ ബിസിനസ് ഓണർ. ഒരു 25,000 രൂപയ്ക്ക് ഒരു 6 മാസം മേടിക്കുന്ന സാധനങ്ങൾ മുഴുവൻ മേടിച്ച് ഒരു വീട്ടിലൊരു വിളക്ക് തിരി കത്തിച്ച് വെച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ കൊടുക്കുക. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ കൊടുക്കുക. നല്ല സാധനങ്ങളുണ്ട്. ഈ പേസ്റ്റിന്റെ കാര്യം വന്നാൽ ഓരോന്നും നിങ്ങൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോഴാണ് നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാവുക. ഇത് കോൾഗേറ്റ് ഹെർബൽ പേസ്റ്റിന് എത്ര വിലയെന്ന് അറിയാമോ? ഇത് പറഞ്ഞോട്ടെ, 110. സാധാ പേസ്റ്റിന് 75. ഈ പേസ്റ്റിന് എത്ര വില? 60. ഐഡിയ എടുത്താലോ? 45. 46. 110 തമ്മിലുള്ള വ്യത്യാസം 64 രൂപയാണ്. ഒരു പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ 64 രൂപ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയ നല്ലതാണ്. ഇതിന്റെ പി വി എത്ര? 25. ഇതിന്റെ പി വി എത്ര? 25 പി വി ഉണ്ട്. അത് ഇതിലെ സ്റ്റാർട്ടിങ്ങിനുള്ള ആൾക്ക് 5000 നിൽക്കുന്നവർക്ക് 2% മുതൽ 22% വരെ കിട്ടും. സ്റ്റാർട്ടിങ് ഒരാൾക്കാണ് 50 പൈസ കിട്ടും. ഞാൻ മേടിച്ച 5 രൂപ 50 പൈസ കിട്ടും. അപ്പൊ 46 5 കൂടെ കമ്മിയാക്കുമ്പോൾ എത്രയായി? 40 രൂപ 50 പൈസ. 110 വ്യത്യാസം എത്രയാ? 69 രൂപ 50 പൈസ. ഒരു പേസ്റ്റ്, വേറൊരു ബ്രാൻഡിന്റെ ഒരു പേസ്റ്റ് മാറ്റി, ബ്രാൻഡ് എന്ന് മാറ്റി നമ്മളിത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ 64 രൂപ എനിക്ക് കിട്ടുമെങ്കിൽ നല്ലതാണോ ചീത്തയാണോ? നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ സുഹൃത്തുക്കൾക്കും ഓരോ കുടുംബങ്ങൾക്കും ഒരു പേസ്റ്റ് മേടിക്കുമ്പോൾ 60 രൂപ നിങ്ങൾക്ക് ലാഭം കൊടുക്കാൻ പറ്റിയോ? നല്ലതാണോ? ഈ സിസ്റ്റം മോശമാണ്. പിന്നെ വേറൊന്നുകൂടെ പറയാം, ഞാൻ എന്നെപ്പോഴുള്ള ആൾക്കാർ നിൽക്കാൻ കാരണം 110 രൂപയുടെ യൂണിലിവറിന്റെ പേസ്റ്റ് മേടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1.5 രൂപ കടക്കാരന് കിട്ടും. അല്ലേ? യൂണിലിവർ കമ്പനിയുടെ 25 രൂപ ഇതിന് സായിപ്പ് പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കും. ആ സമയത്ത് ഞാൻ ഈ പേസ്റ്റ് മേടിച്ച് ഉപയോഗിച്ചാൽ 25 രൂപ സായിപ്പ് കൊണ്ടുപോകുമോ? ഇല്ല. എന്റെ നാട്ടുകാരൻ, എന്റെ സുഹൃത്തിന്, എന്റെ അയൽക്കാരന് 60 രൂപ ലാഭം കിട്ടുമോ? ഇവിടുന്ന് സായിപ്പ് നമ്മുടെ പൈസ കൊണ്ടുപോകുമോ?
ഇന്ത്യൻ സാധനത്തിന് വിലയുണ്ടാവും. ഇവിടുന്ന് ആര് മേടിക്കും ഇന്ത്യൻ സാധനം? ഇത് ബോധ്യമായാൽ അമേരിക്കക്കാരൻ കമ്പനിക്ക് ഇവിടെ കൊണ്ട് തരാൻ വേണ്ടി നമുക്ക് അവിടെ കൊണ്ട് കൊടുത്തൂടെ? അതിന് ഉറച്ച് നിങ്ങൾ ചിന്തിക്കണം. ഇത് നമ്മുടെ ശ്വാസത്തിന്റെ അവസാനം ബ്രീത്തെടുക്കുന്നവരെ ഈ സാധനം ഞാൻ ഉപയോഗിക്കുകയും ചെയ്യണം എന്നുള്ള ശബ്ദം എടുക്കണം. അവിടെ തോറ്റുപോകുന്ന മനുഷ്യൻ, മനസ്സിലായോ? ഇത്ര നല്ല സാധനം ആശീർവാദ് ആട്ടയ്ക്ക് 73 രൂപ ഒരു കിലോ വേണം. ഞാൻ 54 രൂപയ്ക്ക് തരാം. 2 കിലോയ്ക്ക് 39 രൂപ, 38 രൂപ ലാഭമല്ലേ? ഡിഷ് വാഷ് ലിക്വിഡ് 102 രൂപയ്ക്ക് ഞാൻ തരാം. ഇവിടെ 148 46 രൂപ ലാഭം. എണ്ണയുടെ കാര്യം പറയാതിരിക്കുന്നല്ലേ, 450 രൂപ വെളിച്ചെണ്ണ. അത് വെളിച്ചെണ്ണയാണെന്ന് അറിയില്ല. ആ വെളിച്ചെണ്ണയ്ക്കകത്തുള്ള വെളിച്ചെണ്ണ നിങ്ങൾ ഈ എണ്ണയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കണം, പറയണം. ഞാനൊരു വീഡിയോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഷോപ്പിലെ ഒരു മുമ്മോളാണ് ഇട്ടേക്കണേ ആ വീഡിയോ ഇടുന്നത്. ഇതിൽ ഏറ്റവും നല്ലത് ഇതൊരു ഹാർട്ട് ഓയിലാണ്. ഹൃദയാഘാതത്തെ ഒഴിവാക്കും, ഈ മോശമായ കൊളസ്ട്രോളിനെ കുറയ്ക്കും, നല്ല കൊളസ്ട്രോളിനെ കൂട്ടും, ട്രൈഗ്ലിസറൈഡിനെ കൺട്രോൾ ചെയ്യും, ഓസ്റ്റിയോപൊറോസിസ്, എല്ല് തേയ്മാനം ഉണ്ടാവില്ല, അവിടെ സ്കിൻ ഡിസീസ് ഉണ്ടാവില്ല, 12 തരത്തിലുള്ള ഡൈജസ്റ്റീവ് ഡിസോർഡറെ കറക്റ്റ് ചെയ്യും. ഏറ്റവും പ്രധാനം ഇത് നിങ്ങൾ മനസ്സിലാക്കിയ ഈ എണ്ണയിലാണ് വേറെ ഉപയോഗിക്കില്ല. ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ വാൽവുകളും ദവകളും സിരകളിലൂടെ ഒക്കെ പോകുന്ന ഇത് ഇങ്ങനെ വന്ന് LDL പോലെയുള്ള സാധനങ്ങൾ വന്നു പോകും. ഇവയെ ഒരു ചൂല് പോലെ മാറ്റിക്കളയാൻ പറ്റുന്ന ഒറിജിനൽ ആന്റി ഓക്സിഡന്റ് ഉണ്ട്, മനസ്സിലായോ? അത് ഇതിലുണ്ട്. അപ്പോൾ എല്ല് തേയ്മാനം LDL എന്ന് പറഞ്ഞ കൊളസ്ട്രോളിനെ കുറയ്ക്കും, HDL കൂട്ടും, ട്രൈഗ്ലിസറിനെ കൺട്രോൾ ചെയ്യും, ഹാർട്ട് അറ്റാക്ക് ഒഴിവാക്കും, ഏറ്റവും ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി. ഇത് പുകയില ഊഷ്മാവ് ഇങ്ങനെ എഴുതി കാണിച്ച് പഠിച്ചു കൊടുക്കണം. 254 ഡിഗ്രിയിലേ ഇത് പുകയുള്ളൂ. വെളിച്ചെണ്ണ 180 ഡിഗ്രി പൊളിയും. 1,300 വെളിച്ചെണ്ണയ്ക്ക് തുല്യമാണ് ഇത് 1 ലിറ്റർ. 1,300 വെളിച്ചെണ്ണയ്ക്ക് 650 രൂപ വേണം. നമ്മൾ 238 രൂപയാണ് MRP, 208 രൂപയ്ക്ക് കിട്ടും. 250 208 രൂപയ്ക്ക് കിട്ടും. വ്യത്യാസം എത്രയായി? 400 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതോടൊപ്പം 32 തരത്തിലുള്ള മനുഷ്യ രോഗങ്ങൾക്ക് പ്രതിവിധിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് ഉപയോഗിപ്പിക്കട്ടെ. ദാറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. ഇത് രാജ്യത്തോടും നിങ്ങളോടും ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റാണ്, വെറുതെ അല്ല. ഇത് എങ്ങനെയാണ് ഇത് പറയുന്നത്? അവിടെയുള്ള 150 രൂപയ്ക്ക് കിട്ടും. ഇവിടെ ഓടുന്ന മാരുതി കാറും ബെൻസ് കാറും വ്യത്യാസമുണ്ട്, ഒരേ വിലയല്ല. ഇത് ഒറിജിനൽ ഫിസിക്കലി റിഫൈൻഡ് ആണ്. ന്യൂമാറ്റിക് ഇതുവഴി ഇത് പിഴിഞ്ഞെടുക്കുന്ന 10 കിലോ തവിടിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന സാധനമാണ് ഫിസിക്കലി റിഫൈൻഡ്. ഞാൻ 10 മില്ലി കഴിക്കാറുണ്ട്. വേണമെങ്കിൽ കഴിക്കാൻ മതി, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. 9 വർഷമായിട്ട് തുടങ്ങിയ ഒരു ശീല. 9 വർഷം വേറെ ഏതെങ്കിലും എണ്ണ കൊടുത്തായിരുന്നെങ്കിൽ നമ്മളിപ്പോ എല്ലാം നിങ്ങൾ ഇവിടെ വെച്ച് കാണില്ലായിരുന്നു, എല്ലാം പള്ളിക്കാട്ടിൽ വെച്ചിട്ടുണ്ടോ അവിടെ ഉണ്ടാവും. അതാണ് ഇത് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് ഒരാൾക്ക് കൊടുത്താൽ എന്താ കുഴപ്പം? ഇത് 250 രൂപ വിലയുണ്ട്. 250 കൊടുത്തോ, 208 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. 42 രൂപ ആ സ്പോട്ടിൽ കിട്ടിയോ, 16 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. 22% ആകുമ്പോൾ 70 ആണെങ്കിൽ ഒരു 15 രൂപ 60 പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടും. മോശമാണോ? ഒരെണ്ണ വെക്കുമ്പോൾ മിനിമം നിങ്ങൾക്ക് 40 രൂപ കിട്ടിയാൽ 10 വെക്കാൻ 400 ആകും. 286 രൂപയാണ് ഇപ്പൊ ലുലുമാളില്. ലുലുമാളിൽ പോയിട്ട് ആൾമാർക്ക് ഒരു വലിയ ഹോട്ടലിലും വട്ടിയിലും ഒക്കെ മേടിക്കും. അവിടെ ടൈ കെട്ടി AC ഉണ്ട്, ഭയങ്കര സുഖമാണ്. അവൻ ടൈ കെട്ടുന്നതും AC ഇടുന്നതിനൊക്കെ പൈസ ആരും കൊടുക്കുന്നുണ്ട്, നിങ്ങളോട് തന്നെ മതി. അവിടെ കൂടുതൽ തരുന്നവരില്ല. ഇത് നമുക്കറിയില്ല. തക്കാളിക്ക് വില കുറച്ച് നോക്കുന്നുള്ളൂ. അപ്പോൾ ഈ എണ്ണ നമ്മളെ പ്രൊമോട്ട് ചെയ്യണം പറഞ്ഞു. അയ്യോ, ഇത് സ്ത്രീകളൊക്കെ ഉപയോഗിച്ചോളൂ. ഇത് ഉപയോഗിച്ചോളൂ വല്ലതുണ്ടോ? 3 പേര് 4 പേരേ ഉള്ളൂ അല്ലേ? ഇത് നിങ്ങൾ പറയുന്നുണ്ട്. ഇത് 13 വയസ്സായ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റാണ്. നിങ്ങൾ വളരെ മാലയും എന്നും മേടിച്ചു കൊടുക്കണ്ട. ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ എത്രയും ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയും. ഒരു സ്ത്രീക്ക് ഒരു ദിവസം 1200 mg കാൽസ്യം വേണം. 200 പോലും കഴിയും. സ്ത്രീകൾ എഴുന്നേറ്റ് വരുന്ന അയ്യോ വയ്യാന്ന് പറഞ്ഞതാണ് അല്ലേ? എന്തൊക്കെയാ പണി ചെയ്തതെന്ന് ദൈവത്തിനാണ്. രാവിലെ 6 മണി മുതൽ 11 മണി വരെ പണി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. എവരി മന്ത് 80 മുതൽ 120 വരെ ml ബ്ലഡ് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് മെൻസ്ട്രേഷനായിട്ട് ഇത് റീകൂപ്പ് ചെയ്യുന്നില്ല.
അപ്പോൾ മെൻസ്ട്രേഷൻ പീരീഡിൽ അവർക്കറിയാം അവർക്ക് മൂഡ് സ്വിങ് ആവും, ഭയങ്കര പ്രശ്നങ്ങളാവും, ഇറിറ്റേഷൻ ആവും, ചൂടാവും, ഹീറ്റാവും, വീഴ്ചയാവും, അങ്ങനെയുള്ള അത് ഒരു ബയോളജിക്കലായിട്ടുള്ള സംവിധാനമാണ്. അതിനെ മാറ്റാൻ പറ്റാം. നമ്മളാരും അറിയുന്നില്ല. 13 വയസ്സായി മെൻസ്ട്രേഷൻ ആരംഭിച്ച കുട്ടിക്ക് അറിയുന്നില്ല. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ, നിങ്ങൾ വളരെ മാറിയിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് ഇതിൽ 205 കാൽസ്യമുണ്ട്. കാൽസ്യം എല്ല് തേയ്മാനം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ, ഇത് സപ്ലിമെൻ്റാണ്, മെഡിസിൻ ആയിട്ടില്ല. വൈറ്റമിൻ ഡി ഉണ്ട്. എല്ല് തേങ്ങി സാധാരണയുള്ള ആൾക്കാരുടെ ഒക്കെ എല്ല് തേയ്മാനം. നമ്മളിപ്പോൾ ഒരു ഈട്ടിയിൽ വരാണെങ്കിൽ നല്ല തിക്കായിരിക്കും. പൊടുകണ്ണിയാണല്ലോ, പൊടുകണ്ണിയാണല്ലോ തിക്കല്ല. അതേപോലെ ഒരു 15-20 വയസ്സിലുള്ള എല്ല് നല്ല തിക്കായിരിക്കും. 90 വയസ്സായ അമ്മമ്മ ബാത്റൂമിൽ 9 പൊട്ടും എല്ല് കൂടുതൽ പിടിച്ചുകൊണ്ടുണ്ടാവും. എല്ലിൻ്റെ ബോൺ ഡെൻസിറ്റി കമ്മിയാവും. അതിനെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ 13 മിനറൽസ് ഉണ്ട്, 13 വിറ്റമിൻസ് ഉണ്ട്, 13 ഫ്രൂട്ട്സ് എക്സ്ട്രാക്ട് ഉണ്ട്. പ്രീബയോട്ടിക്സ് ഉണ്ട്, 6 ഹെർബ്സ് ഉണ്ട്. ഇതിൽ പഴങ്ങളെന്ന് പറയുന്നത് നമ്മൾ കേൾക്കില്ല. കിവി, അവക്കട, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, ചെറി, പോംഗ്രാൻഡ്, മാംഗോസിൻ, സവാൾത്തൊലി, പൈനാപ്പിൾ, അങ്ങനെയുള്ള 13 പഴങ്ങളുണ്ട്. ഫ്ലവറിൻ്റെ എടുക്കുന്നത് ഈ 4 മണി പൂവ് എന്ന് പറഞ്ഞ സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട് ഉണ്ട്. അത് പീരിയഡ്സിൻ്റെ ഇറിഗുലാരിറ്റിനെയും ആ പെയിനെ ഒഴിവാക്കും. ചിലർക്ക് 15 ദിവസം കൊണ്ട് പീരീഡ് വരും, ചിലർക്ക് 50 ദിവസം കൊണ്ട് വരും. അതിന് 28+2 -2 ആക്കി കറക്റ്റ് ചെയ്യും ഒന്ന്. പിന്നെ തക്കാളി കഴിക്കുന്ന ലീക്കോപ്പിന് ഹൃദയാരോഗ്യമല്ല, ചെണ്ടുമല്ലി പൂവിൽ വരുന്ന ലീക്കോപ്പ് കണ്ണിൻ്റെ സൈഡിൽ നിന്നല്ല, ഫ്ലാക്സ് ഇട്ട് നമ്മുടെ കൊഴുപ്പിനെ കറക്റ്റ് ചെയ്യും. ഗ്രീൻ ടീ ആണ് നമ്മുടെ മൂഡിനെ ക്രിയേറ്റ് ചെയ്യും. വൈറ്റമിൻ ഇ ഉണ്ട്. ഇത് വേണം ഭക്ഷണത്തിന് ശേഷം. ഭക്ഷണത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാത്രി കഴിക്കുന്നത്, ഭക്ഷണത്തിന് ശേഷം ഒരെണ്ണം കഴിച്ചാൽ 6 മാസം നിങ്ങൾ കഴിച്ചു നിങ്ങളുടെ ഇപ്പോൾ ഒരു ഫോട്ടോ കംപ്ലക്ഷൻ വരെ ചേഞ്ച് ചെയ്യും. ഇറ്റ്സ് റൈറ്റ്. ഈ സ്ട്രോബെറിയുടെ എടുത്തുള്ള ഈ കളർ വരെ മാറിക്കണം. നിങ്ങൾക്ക് ഈ വേറെ എന്താ തേക്കുന്ന ഈ ഫെയറാൻലവലിയോ, ഫെയറാൻലവലി കഴിച്ചാൽ കഴുകി കളഞ്ഞാൽ പോകും. ഈ ഫെയറാൻലവലി കഴിച്ചാൽ ഉള്ളിലേക്ക് കഴിച്ചാൽ കഴുകി കഴിഞ്ഞാൽ പോവില്ല. ഫേസിൻ്റെ ഗ്ലോയിങ് ഫേസ് വരും. സൗന്ദര്യമില്ലാത്ത സ്ത്രീകൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമല്ലേ സൗന്ദര്യം? അത് നിങ്ങൾ ചായ കുടിക്കുന്ന പൈസയേ ഉള്ളൂ. ഇത് മേടിച്ച് കഴിച്ചോ. ഇത് ലൈഫിന് ഗുണം. പിന്നെ ഏറ്റവും കാര്യം ഇതൊരു സയൻസ് കൂടിയാണ്. നമ്മൾ അറിയില്ലാത്ത നമ്മുടെ പുതിയ തലമുറ കൺസീവിങ്ങിനായിട്ട് വിവാഹം കഴിച്ച് പോകാനാണ്. അത് HP ലെവൽ നോക്കണം. 12 മുകളിൽ അല്ലെങ്കിൽ അനിയമിക്കാം. നിങ്ങൾ HP ലെവൽ നോക്കിക്കോളൂ. ഇതിപ്പോൾ തല കറങ്ങുന്നുണ്ടോ, കൂടുതൽ ഭയങ്കര ക്ഷീണമൊക്കെ ഫീൽ ചെയ്താൽ HP ലെവൽ 12 താഴെ അനിയമിക്കാം. 12 മുതൽ 15 വരെയാണ് സ്ത്രീക്ക്, പുരുഷന് 16 വരെ വേണം HP. അപ്പോൾ എന്തായി നമ്മുടെ HP ലെവലിലാണ് വേറൊരു സൂപ്പറുള്ളത്. 13 വയസ്സായ ആർക്കൊക്കെ പെൺകുട്ടികളുണ്ടോ, നിങ്ങളുടെ അമ്മമാർക്കോ മക്കൾക്കോ സഹോദരിക്കോ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ട ജീവിതത്തിൽ ഏറ്റവും വലിയ കോംപ്ലിമെൻ്റ് ആണ്. വളരെ നട്ടുമ്പോൾ വേണ്ട പറയണം, കൊല വന്നിട്ട് പറയണമെന്ന് കഴിയില്ലല്ലോ. ഇത് നമ്മൾ ചെയ്യില്ല. നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഇപ്പോൾ ആരെങ്കിലും ഒരു 10-30 വയസ്സായ ആൾ നിങ്ങൾക്ക് കാൽസ്യം ഉണ്ടോ, മാഗ്നീഷ്യം ഉണ്ടോ, ഫോസ്ഫറസ് ഉണ്ടോ, പൊട്ടാസ്യം ഉണ്ടോ ചെക്ക് ചെയ്യാൻ പോകുമോ? ചമ്മക്ക് പോകില്ല. അപ്പോൾ എങ്ങാനും ഉണ്ടേലോ പേടിച്ചിട്ട് പോകണം. ഷുഗർ ഉണ്ടാവുമോ ഇത് പേടിച്ചിട്ട് പോകണം. ചെക്ക് ചെയ്തല്ലേ അറിയാൻ പറ്റൂ. ചെക്ക് ചെയ്യില്ല, നമുക്ക് ശീലമില്ല. ആയിപ്പോയാലോ അയാൾ നമ്മളതിനെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അതിനെ പെട്ടെന്ന് എയർലി ഡിറ്റക്ഷൻ ആണെങ്കിൽ നമുക്ക് മരുന്നുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ വീട്ടിലൊരു ലേഡി വന്ന് പറഞ്ഞു, പറയാൻ ആ മധുസൈക്കപ്പോൾ ഒരെണ്ണം വേണം മറക്കണ്ട കുടിച്ചിട്ട് ഷുഗർ അവർക്ക് 250 മുകളിലായിരുന്നു. 106 മുകളിൽ നല്ലൊരു കയ്യിൽ അതിലുള്ള സാധനങ്ങൾ ഇപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ലിക്വിഡ് ഫോമിലുള്ള സാധനം 30 ml എടുക്കുക. ചെറു ചൂടുവെള്ളത്തിൽ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. ഇതിലൊന്ന് അലവേര എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശങ്ങളെ നിലനിർത്തി ഡിസ്ക്രീഷനെ കറക്റ്റ് ചെയ്യും. പിന്നെയുള്ള അമല, നെല്ലിക്ക, വൈറ്റമിൻ സി ടാബ്ലറ്റ്. നെല്ലിക്ക എന്തിനാ? നമുക്ക് നെല്ലിക്കയുടെ ഗുണങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതിനെ തുടരെ കറക്റ്റ്. പിന്നെ ഈ ഞാവൽ ഏറ്റവും നല്ലതാണ്. ഈ കടക്കിടുന്ന ഈ ഫോർമറ്റ് ഞാവലാണ്. ഞാവൽ ഷുഗറിനെ റിലേറ്റ് ചെയ്യും. മേത്തി, ഉലുവയുണ്ട്, തുളസിയുണ്ട്, പിന്നെ പാവയ്ക്കയുടെ നീരുണ്ട്, തുളസിയുണ്ട്, അതുപോലെ അമല, ഗിലോയി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇത് 30 ml കൊടുക്കുമ്പോൾ ഒരു 250 ഷുഗറൊക്കെയാണ് നമുക്ക് 120 കുടിക്കാൻ പറ്റും. ഒരു 6 മാസം കൊണ്ട് മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റും. മരുന്ന് ഇത് എന്താ സാധനം? നമ്മൾ ജ്യൂസുകൾ മുന്തിരി ജ്യൂസ് ഒഴിച്ചാൽ കുഴപ്പമില്ല. ശരീരത്തിൽ അതേപോലെയുള്ള ജ്യൂസാണ് കഴിക്കുന്നത്. മറ്റൊരു കെമിക്കൽ കോമ്പൗണ്ടല്ല.
അപ്പോൾ ഇതെല്ലാവരും മേടിച്ച് പ്രൊമോട്ട് ചെയ്യുന്നു. അതായത് ഇതൊരു കുഞ്ഞൻ സാധനമാണ്. ഇത് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ഓരോന്ന് തരാം. നല്ലതാണോ? ഇതിൽ എന്തൊക്കെയാണുള്ളത്? ഇതിൽ കാട്ടുമാതളമുണ്ട്, ലോകത്തിലെ ഏറ്റവും നല്ല പഴമാണ്. കാൽസ്യം അയണോടുള്ള കാട്ടുമാതളമുണ്ട്, ജീരകമുണ്ട്, കാരിപ്പുണ്ട്, ശർക്കരയുണ്ട്, അതുപോലെ തന്നെ ചുക്കുണ്ട്, ഏലക്കയുണ്ട്, തിപ്പലിയുണ്ട്. അങ്ങനെ 12ഓളം ആയുർവേദ ഔഷധങ്ങളുണ്ട്. ഇതിൻ്റെ വിലയൊക്കെ 38 രൂപ നമുക്ക് തരുന്നത്. ഇതിന് തുല്യമുള്ള സാധനം കോട്ടക്കൽ ആയുർവേദ ചോറെന്ന് പറയും. 100 രൂപയായില്ല. ആയുർവേദ കോയമ്പത്തൂർ ആയുർവേദശാലയിൽ ഡോക്ടർ ഇതാന്ന് വെച്ചു. ഇതെല്ലാവർക്കും ഓരോ തിന്നാൻ തരാം കേട്ടോ. കുഴപ്പമില്ല, എല്ലാവർക്കും ഒരു